പണപ്പെരുപ്പം രാജ്യത്ത് വലിയ തലവേദന സൃഷ്ടിക്കുന്ന സമയമാണിപ്പോൾ. പച്ചക്കറി മുതൽ വൈദ്യുതി വരെ എല്ലാത്തിനും വില കൂടിക്കഴിഞ്ഞു. വിലക്കയറ്റം കാരണം RBIയും നിരക്കുകൾ മുകളിൽ തുടരുകയാണ്. റിപ്പോർട്ടുകൾ പ്രകാരം രാജ്യത്തെ FMCG കമ്പനികളും നിരക്ക് വർധനയ്ക്ക് ഒരുങ്ങുകയാണ്. ഉൽപ്പന്നങ്ങളുടെ വില 5 മുതൽ 20% വരെ കൂടാമെന്നാണ് ഇപ്പോൾ കിട്ടുന്ന വിവരങ്ങൾ. വർഷത്തെ ഏറ്റവും വില വർധനയ്ക്കാണ് ഇപ്പോൾ തയ്യാറെടുക്കുന്നതെന്നാണ് വിദഗ്ധരുടെ നിർദ്ദേശം. ഇത് കുടുംബ ബജറ്റുകൾക്ക് താറുമാറായേക്കാമെന്നാണ് ഒരു വിലയിരുത്തൽ. സംസ്ഥാനത്ത് അടുത്തിടെയാണ് വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിക്കുന്നതായി മന്ത്രി വ്യക്തമാക്കിയത്. നിരക്ക് വർധനയല്ലാതെ മറ്റു മാർഗമൊന്നുമില്ലെന്നും മന്ത്രി പറയുന്നു. ഉപഭോക്താക്കളെ ബാധിക്കാത്ത തരത്തിൽ നിരക്ക് വർധന നടപ്പാക്കാമെന്ന് പറയുമ്പോഴും കാര്യങ്ങൾ അങ്ങനെ ആയിരിക്കില്ലെന്നാണ് സാധാരണക്കാർക്ക് പോലും വ്യക്തമായിട്ടറിയാം. ഇവിടെയാണ് കേന്ദ്ര സർക്കാരിന്റെ പ്രധാനമന്ത്രി സൂര്യ ഘർ യോജന ശ്രദ്ധേയമാകുന്നത്. എന്നേക്കുമായി വൈദ്യുതി നിരക്ക് കുറയ്ക്കാൻ ഈ പദ്ധതി നിങ്ങളെ ഒരുപാട് സഹായിക്കുന്നുണ്ട്. നിലവിൽ ഗുജറാത്ത്, ഉത്തർപ്രദേശ്, ബീഹാർ, ജാർഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളിലും രാജ്യത്തിന്റെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലുമാണ് പദ്ധതിക്ക് സ്വീകാര്യത ലഭിച്ചിരിക്കുന്നത്. കേരളത്തിലും പദ്ധതി വിജയം തന്നെയാകുമെന്നാണ് പ്രതീക്ഷ. അധികം വൈകാതെ സ്കീം രാജ്യവ്യാപകമായി വ്യാപിക്കും. പദ്ധതിക്ക് കീഴിൽ ഇതിനകം തന്നെ 6.85 ലക്ഷം സോളാർ പാനലുകൾ സ്ഥാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. 2027 സാമ്പത്തിക വർഷത്തോടെ റെസിഡൻഷ്യൽ മേഖലയിൽ 1 കോടി റൂഫ് ടോപ്പ് സോളാർ പിടിപ്പിക്കാനാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. 3 മുതൽ 5 കിലോവാട്ട് ലോഡ് വിഭാഗമാണ് ഇവിടെ ജനപ്രിയം. പദ്ധതിയുടെ കാര്യത്തിൽ നിലവിൽ ഗുജറാത്താണ് മുന്നിൽ. മഹാരാഷ്ട്ര, ഉത്തർപ്രദേശ്, കേരളം തുടങ്ങിയ സംസ്ഥാനങ്ങൾ തൊട്ടു പിന്നിൽ തന്നെയുണ്ട്. പദ്ധതിക്ക് കീഴിൽ വാഗ്ദാനം ചെയ്യുന്ന സാമ്പത്തിക സഹായം തന്നെയാണ് എടുത്തു പറയേണ്ട മറ്റൊരു സവിശേഷത. പദ്ധതിയുടെ ഗ്രാന്റ് തുക 1 കിലോവാട്ട് പാനൽ ഏകദേശം 30,000 രൂപ, 2 കിലോവാട്ട് പാനൽ ഏകദേശം 60,000 രൂപ, 3 കിലോവാട്ട് പാനൽ ഏകദേശം 78,000 രൂപ. സോളാർ പാനലുകൾ സ്ഥാപിക്കുന്നതിനുള്ള ചെലവിന്റെ 40% തുക ഗുണഭോക്താവിന്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നേരിട്ട് കൈമാറുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ ബാങ്ക് അക്കൗണ്ട് ആധാറുമായി ബന്ധിപ്പിച്ചിരിക്കണം എന്ന കാര്യം വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഓൺലൈനാണ് പദ്ധതിക്കായി അപേക്ഷിക്കേണ്ടത്. അധികൃതർ അപേക്ഷ വിലയിരുത്തും. തുടർന്നാകും അനുമതി നൽകുക. ആവശ്യമായ രേഖകൾ ആധാർ കാർഡ്, വിലാസം തെളിയിക്കുന്ന രേഖ, റേഷൻ കാർഡ്, വൈദ്യുതി ബിൽ, വരുമാന സർട്ടിഫിക്കറ്റ്, ബാങ്ക് പാസ്ബുക്ക്, മൊബൈൽ ബില്ല്, മൊബൈൽ നമ്പർ, പാസ്പോർട്ട് സൈസ് ഫോട്ടോ എന്നിവ പദ്ധതിക്ക് കീഴിൽ ആവശ്യപ്പെട്ടേക്കാം. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: പദ്ധതി ഒരു ഒറ്റത്തവണ ഇൻസ്റ്റലേഷൻ ആണ്. ഇതുവഴി നിങ്ങൾക്ക് വൈദ്യുതി ചെലവ് ഗണ്യമായി കുറയ്ക്കാം. വൈദ്യുതി വാഹനങ്ങളും മറ്റും ഉപയോഗിക്കുന്നവർക്ക് ഇത് കൂടുതൽ നേട്ടമാകും. 2024 ഫെബ്രുവരി 15 പ്രധാനമന്ത്രി നരേന്ദ്രമോദി PM സൂര്യ ഘർ പദ്ധതി തുടങ്ങുന്നത്. ഇതോടകം തന്നെ വൻ ഡിമാൻഡാണ് പദ്ധതിക്കുള്ളത്. കുറഞ്ഞ വരുമാനമുള്ള കുടുംബങ്ങൾക്ക് സൗജന്യ വൈദ്യുതി നൽകുക എന്ന ലക്ഷ്യമാണ് പദ്ധതിക്കുള്ളിലുള്ളത്. 10 ലക്ഷം വീടുകളിൽ വൈദ്യുതി എത്തിക്കുക എന്ന ആശയത്തോടെയാണ് സർക്കാർ ഈ സംരംഭം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നത്.